വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. അതായത് കേരളത്തിലെ കലാപം, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് PSCയിൽ സിലബസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ 1956 മുമ്പ് നടന്നിട്ടുള്ള കലാപങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3-4 ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് 1956 ശേഷമുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള സാമൂഹിക പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരം 3-4 കലാപങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു ചെറിയ ക്ലാസ്സിൽ നമുക്കത് അവസാനിപ്പിക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ സമരം എന്ന് പറയുന്നത് ഒരണ സമരം എന്നാണ്. ഒരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പൈസയാണ് ഒരണ എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത്, അതായത് 1958 ആലപ്പുഴയിലെ ബോട്ട് കൂലി ഒരണയായിരുന്നു. EMS സർക്കാരിന്റെ സമയത്ത് EMS സർക്കാർ ഈ ഒരണ എന്ന് പറയുന്ന ബോട്ട് കൂലി 10 പൈസയാക്കി കൂട്ടി. അതായത് 6 പൈസ എന്ന് പറയുന്നത് 10 പൈസയാക്കി കൂട്ടുകയാണ്. അപ്പൊ അതിനെതിരെ നടന്ന സമരത്തെയാണ് നമ്മൾ ഒരണ സമരം എന്ന് പറയുന്നത്. അപ്പൊ 1958 നടന്നതാണ്, ആലപ്പുഴ ജില്ലയിൽ നടന്നതാണ്, ബോട്ട് കൂലിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് നടത്തിയ വിദ്യാർത്ഥി സംഘടന ആര് എന്ന് ചോദിച്ചാൽ KSU ആണ്. അപ്പൊ KSU പ്രവർത്തകരാണ് ഒരണ സമരം നടത്തുന്നത്. അതിന്റെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ വയലാർ രവിയും AK ആന്റണിയുമാണ്. അപ്പൊ വയലാർ രവി, AK ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ KSU വിദ്യാർത്ഥി സംഘടന നയിച്ച സമരമാണ് ഒരണ സമരം. നടന്നത് ആലപ്പുഴ ജില്ലയിലാണ്. നടന്ന വർഷം 1958 EMS സർക്കാരിന്റെ കാലത്ത് 6 പൈസയായിരുന്ന ബോട്ട് കൂലി എത്രയാക്കി? 6 പൈസ എന്ന് പറയുന്നത് ഒരണയാണ് കേട്ടോ. 10 പൈസയാക്കി കൂട്ടിയതിനെതിരെ നടത്തിയ സമരമാണ്. അപ്പൊ ഇത്രയാണ് ഒരണ സമരം. അത്രയും പഠിക്കാൻ. അടുത്തത് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ നമ്മളിപ്പോ കേരളത്തിലെ നദികളൊക്കെ പഠിക്കുമ്പോൾ ചാലിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണ ഭീഷണി നേരിട്ടിരുന്ന ഒരു നദിയായിരുന്നു ചാലിയാർ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ചാലിയാർ എന്ന് പറയുന്ന നദി കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ്. അപ്പൊ ചാലിയാർ മാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടെ ചാലിയാർ ഒഴുകുന്നുണ്ട്. അപ്പൊ മാവൂര് ഒരു ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പൊ മാവൂരിലുള്ള ഗ്വാളിയോർ റയോൺസ് ഫാക്ടറിയിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ ചാലിയാർ നദിയിലേക്കാണ് ഒഴുക്കി വിട്ടിരുന്നത്. അങ്ങനെ ചാലിയാർ പൂർണ്ണമായിട്ടും മലിനീകരിക്കപ്പെട്ട നദിയായിട്ട് മാറി. അപ്പൊ അതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. അപ്പൊ കേരളത്തിൽ തന്നെ വായു ജല മലിനീകരണത്തിനെതിരെ ആദ്യം നടന്ന പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ ആദ്യം നടന്ന പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം. നടന്ന ജില്ല കോഴിക്കോട് ജില്ല. ഇനി അടുത്തത് ചാലിയാർ പ്രക്ഷോഭത്തിന്റെ കാരണമായ ഫാക്ടറി മാവൂരിലെ ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറിയാണ്. ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KA റഹ്മാനാണ്. ആരാണ് നേതാവ്? KA റഹ്മാൻ. ഇദ്ദേഹത്തെ അദ്രേയി, അദ്രേയക്ക എന്ന പേരിലൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോ KA റഹ്മാന്റെ അപരനാമമാണ് അദ്രേയി, അദ്രേയക്ക എന്നൊക്കെ പറയുന്നത്. ഈ എന്താ പറയുന്നത്, ചാലിയാർ പ്രക്ഷോഭത്തിന് വേറൊരു പേരുണ്ട്. കാരണം ഗ്വാളിയോർ റയോൺസ് മാവൂരാണല്ലോ. അപ്പൊ മാവൂരിലാണ് ഗ്വാളിയോർ റയോൺസ് എന്നുള്ളത് കൊണ്ട് മാവൂർ പ്രക്ഷോഭം എന്നും കൂടെ ഇതിനെ വിളിക്കുന്നു. അപ്പൊ ചാലിയാർ പ്രക്ഷോഭം എന്ന് പറഞ്ഞാലും മാവൂർ പ്രക്ഷോഭം എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെ ഈ പ്രക്ഷോഭത്തിന്റെ പരിണിത ഫലമായിട്ട് 2001 ഈ ഫാക്ടറി ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറി അടച്ചുപൂട്ടുകയാണ് കേട്ടോ. അങ്ങനെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാണ്. ആ കോൺട്രാക്ടിന്റെ പേര് രാമനിലയം കരാർ എന്നാണ്. അപ്പൊ ചാലിയാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കരാർ ഏതെന്ന് ചോദിച്ചാൽ രാമനിലയം കരാറാണെന്നും കൂടെ പറയാം. ക്ലിയർ ആയല്ലോ. അടുത്തത് പ്ലാച്ചിമട സമരം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഒരു കൊക്കക്കോളയുടെ എന്താ പറയുന്നത് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം നടത്തുകയാണ്. എവിടെ? പാലക്കാട് ജില്ലയിൽ പെരുമാട്ടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ശുദ്ധജലക്ഷാമവും മലിനീകരണവും ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിനെതിരെ നടന്ന സമരമാണ്. അതായത് ആ കമ്പനി നിർത്തിവെക്കണം, പ്രവർത്തനം നിർത്തണം എന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നടത്തിയ സമരമാണ് പ്ലാച്ചിമട സമരം. പ്ലാച്ചിമട സമരം നടന്നത് 2002 എവിടെയാന്ന് പറഞ്ഞു നമ്മൾ? പാലക്കാട് ജില്ലയിലാണ്, പെരുമാട്ടി എന്ന് പറയുന്ന പഞ്ചായത്ത്. ഈ പ്ലാച്ചിമട സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടിയത് 2004 അങ്ങനെ കമ്പനി അടച്ചുപൂട്ടുകയാണ്. പ്ലാച്ചിമട സമര നായിക ആര് എന്ന് ചോദിച്ചാൽ മൈലമ്മയാണ്. അപ്പൊ കൊക്കക്കോള ശീതളപാനീയ നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനം ആ പ്ലാച്ചിമട പ്രദേശം തന്നെ
പ്രദേശത്തെ ജലസ്രോതസ്സുകളെ ബാധിച്ചു, ശുദ്ധജല ക്ഷാമം ഉണ്ടായി, മലിനീകരണം ഉണ്ടായി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ സമരത്തിന്റെ പേരാണ് 2002 പ്ലാച്ചിമട സമരം. ക്ലിയർ ആയല്ലോ. അടുത്ത സമരത്തിന്റെ പേര് മുത്തങ്ങ സമരം. എന്താണ് സമരത്തിന്റെ പേര്? മുത്തങ്ങ സമരം. അപ്പൊ മുത്തങ്ങ സമരം എവിടെയാ നടന്നേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിലാണ് നടന്നേ. 2003 മുത്തങ്ങ സമരം നടന്നത്. എന്നാണ്? 2003 മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് CK ജാനു ആണ്. ആരാണ്? CK ജാനു. അപ്പൊ ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. അപ്പൊ ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരത്തെ മുത്തങ്ങ സമരം എന്ന് പറയുന്നു. അതിന്റെ നേതാവ് CK ജാനു ആണ്. നടന്ന വർഷം 2003 നടന്നത് വയനാട് ജില്ലയിലാണ്. അടുത്ത സമരത്തിന്റെ പേര് ചെങ്ങറ ഭൂസമരം എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമരമാണ് ചെങ്ങറ ഭൂസമരം. നടന്നത് 2007 ഓഗസ്റ്റ് 4 അപ്പൊ ചെങ്ങറ ഭൂസമരം നടന്നത് 2007 ഓഗസ്റ്റ് 4 നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. എന്താണ്? എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിൽ. ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറ എന്ന് പറയുന്ന പ്രദേശത്തെ ആദിവാസികൾ നടത്തിയ സമരത്തെയാണ് ചെങ്ങറ ഭൂസമരം എന്ന് പറയുന്നത്. അപ്പൊ മുത്തങ്ങ സമരം പോലെ തന്നെ ഇതും ഭൂമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമരമാണ്. മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് CK ജാനു ആണെങ്കിൽ ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം നൽകിയത് ലാഹ ഗോപാലനാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചെങ്ങറ ഭൂസമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന നേതാവ് ലാഹ ഗോപാലൻ. അപ്പൊ ചെങ്ങറ ഭൂസമരം നടന്നു 2007 നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. നേതാവ് ലാഹ ഗോപാലനാണ്. ആദിവാസികൾക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന സമരം. മുത്തങ്ങ സമരം 2003 നടന്നു. വയനാട് ജില്ലയിലാണ്. നേതാവ് CK ജാനു ആണ്. അതും എന്താണ്? ആദിവാസികൾക്ക്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമരം. പ്ലാച്ചിമട സമരം നടന്നു 2002 പാലക്കാട് ജില്ലയിൽ പെരുമാട്ടി പഞ്ചായത്തിലാണ്. അത് ജലമലിനീകരണം, വായുമലിനീകരണം അങ്ങനെയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന സമരമാണ്. അപ്പൊ അങ്ങനെ 2004 അത് പ്ലാച്ചിമട കമ്പനി അടച്ചുപൂട്ടാണ്. സമരനായിക മൈലമ്മയാണ്. ചാലിയാർ പ്രക്ഷോഭം നടന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിയാർ നദിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. മാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണം മൂലം നടന്നതാണ്. 2001 ഫാക്ടറി അടച്ചുപൂട്ടാണ്. KA റഹ്മാനാണ് അതിന്റെ നേതാവ്. ഇനി എന്താണ്? മാവൂരിലാണ് ഈ സമരം നടന്നതുകൊണ്ട് മാവൂർ പ്രക്ഷോഭം എന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. രാമനിലയം കരാറാണ് അതുമായി ബന്ധപ്പെട്ട കരാർ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? 6 പൈസ അഥവാ ഒരണയായിരുന്ന ബോട്ട് കൂലി 10 പൈസയായി EMS സർക്കാർ കൂട്ടിയപ്പോ അതിനെതിരെ KSU വിദ്യാർത്ഥി സംഘടന നടത്തിയ സമരത്തിൽ വിളിക്കുന്ന പേരാണ് ഒരണ സമരം. ആലപ്പുഴ ജില്ലയിൽ 1958 നടന്നു. നേതാക്കൾ വയലാർ രവിയും AK ആന്റണിയുമായിരുന്നു. ഇത്രയേ ഉള്ളൂ 1956 ശേഷം നടന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് പഠിക്കാൻ. ഇതിനു മുമ്പ് നമ്മൾ 1956 മുമ്പ് നടന്നിട്ടുള്ള സാമൂഹിക പ്രക്ഷോഭങ്ങളെ കുറിച്ച് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3-4 വീഡിയോസ്. അത് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതും കൂടെ ആഡ് ചെയ്യാം. അതിന്റെ ലിങ്കും കൂടെ കൊടുക്കാം. അപ്പൊ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ നമുക്കൊരു ഓർഡറിൽ അത് ഭംഗിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.